പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഒരു പരാതി ഉണ്ട്. അതായത് വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് പ്രാർത്ഥനാ രീതികൾ നമ്മൾ അവലംബിച്ചിട്ടും പല പ്രാർത്ഥനകളും നമ്മുടെ ദൈവം ശ്രവിച്ചിട്ടില്ല, ദൈവം ഉത്തരം പറഞ്ഞിട്ടില്ല. നമുക്കതിൽ കുറച്ച് വളരെ പ്രയാസമുണ്ട് കർത്താവിനോട്. എന്തേ ഞങ്ങളുടെ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിൽ എത്തിയില്ലേ? നീ എന്തേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നേരെ നീ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത്? നിൻ്റെ ചെവി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നേരെ തുറന്നിരിക്കാത്ത എന്താ? ഞങ്ങളുടെ പല പ്രാർത്ഥനകളും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത സമസ്യകളായിട്ട് ഉണ്ടല്ലോ കർത്താവേ എന്നൊക്കെ പരിതപിക്കാത്തവരും പരിഭവം പറയാത്തവരും ഈ ക്ലാസ്സിനകത്ത് കാര്യമായിട്ട് കാണില്ല എന്ന് എനിക്കറിയാം. കാരണം നമുക്ക് എപ്പോഴും ഉണ്ട്, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം ശ്രവിച്ച് ഉടനടി നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ആ പരാതി കിടക്കുന്നുണ്ട്. അതായത് ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ചിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കറിയില്ല. ചിലരിലാണെങ്കിൽ ഈ പരാതി മൂത്ത് അതൊരു നെഗറ്റീവ് ചിന്താഗതിയായി അവസാനം അതൊരു നിസ്സംഗതയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു താല്പര്യമില്ലായ്മയിലേക്ക് എത്തും. അവസാനം ഒരു നിർവികാരത ആയിട്ട് മാറും. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, കാരണം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല ഒരു ചിന്ത. ചിലരൊക്കെ അതിലും കടുത്ത നിരീശ്വരവാദത്തിലേക്കും അതുപോലെ തന്നെ യുക്തിവാദത്തിലേക്കൊക്കെ കടന്നു പോകും. കാരണം നമ്മുടെ പ്രാർത്ഥനകളൊന്നും ദൈവം ശ്രവിക്കുന്നില്ല എന്നുള്ള ഒരു നുണച്ചിന്ത പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് വെക്കും. നമ്മൾ അതിന് അടിമകളായി തീരുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും, മതപരമായ എല്ലാ കാര്യങ്ങളോടും നമുക്ക് ഒരുപക്ഷെ വല്ലാത്തൊരു ദേഷ്യമോ അസ്വസ്ഥതയൊക്കെ തോന്നും. നമ്മുടെ യുവജനങ്ങളോട് ചോദിച്ചാൽ പറയും അവരും പ്രാർത്ഥിക്കുന്നില്ല. കാരണം എന്താ? പ്രാർത്ഥിച്ചത് എന്താ കാര്യം? പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച ഉടനെ പ്രാർത്ഥന കേട്ട ഒരുപാട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിലൂടെ അവരെ പ്രാർത്ഥനയുടെ സവിശേഷത എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ എന്നുള്ള ആ ചെറിയ സംശയത്തിനൊരു ഉത്തരം നൽകലാണ് ഇന്നത്തെ ക്ലാസ്. ബൈബിൾ ഉള്ളവരൊക്കെ മത്തായിയുടെ സുവിശേഷം എടുക്കാം. സുവിശേഷം മത്തായി. ഈ വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുമ്പോൾ നമുക്ക് കാണാം ഇവരുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട്, എന്താ പറയുക, ഒരു നിമിഷാർദ്ധം കൊണ്ടാണ് ദൈവം കേട്ട് അതിന് ഉത്തരം നൽകുന്നത്. എന്താണ് ഇവരുടെ പ്രാർത്ഥനകളിലെ സവിശേഷത? സുവിശേഷം നമുക്ക് മത്തായിയുടെ സുവിശേഷം എടുക്കാം. 9-ാം അധ്യായം 2-ാം വാക്യം തൊട്ട് നമുക്ക് പറയാം. അതായത് യേശു, അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ഈ യേശു കനായിലെ കല്യാണത്തിൻ്റെ വീഞ്ഞ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് ഈശോയും ശിഷ്യന്മാരും സ്വന്തം പട്ടണമായ കപ്പർനഹൂമിലേക്ക് വരുന്നു. അവിടെ ഒരു വീട്ടിലിരുന്ന് യേശു വചനം പഠിപ്പിക്കുകയാണ്. അതാണ് കോണ്ടെക്സ്റ്റ്. ആ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 4 ഫ്രണ്ട്സ് കൂടി തളർവാദ രോഗിയായ അവരുടെ മറ്റൊരു ഫ്രണ്ടിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം വലിയൊരു ആൾക്കൂട്ടം, ആ മുറിക്കകത്ത് ഉൾക്കൊള്ളാനാകാത്തത്ര വലിയൊരു ജനക്കൂട്ടം അവിടെയുണ്ട്. അവർക്ക് ആ രോഗിയെ യേശുവിൻ്റെ കൃത്യം അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്തത്? അവർ കയറി കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മേൽക്കൂര പൊളിക്കാൻ പറ്റാവുന്ന മേൽക്കൂരയായിരിക്കുന്നത്, കോൺക്രീറ്റ് ഒന്നും ആയിരിക്കില്ല. മേൽക്കൂര പൊളിച്ച് അവർ കട്ടിലൂടെ ആ രോഗിയെ യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കുകയാണ്. നിങ്ങൾ ആ രംഗൊന്ന് ഭാവനയിൽ ആലോചിച്ച് നോക്കി. ആ റൂം നിറച്ച ആൾക്കാരാണ്. ആ സമയത്താണ് ഈ പൊളിക്കുന്നതും ഈ കട്ടിൽ ഇറക്കണതും. ജനങ്ങളൊക്കെ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടാവും. രോഗി കൃത്യം യേശുവിൻ്റെ മുൻപിൽ വന്നു. അപ്പോൾ യേശു എന്താ ചെയ്തത്? ആദ്യം അയാൾ തൊട്ടിട്ട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. വായിക്കാം. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ വിശ്വാസം കൊണ്ടാണ്? ആ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ച അയാളുടെ ഫ്രണ്ട്സിൻ്റെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് പറയുന്നത്, യേശു പറയുന്നത്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? യേശു ഇപ്പത്തോടും അയാൾ എഴുന്നേറ്റിരിക്കും. പക്ഷെ യേശു ആദ്യം ചെയ്തത് എന്താ? അയാളുടെ പാപങ്ങൾ ക്ഷമിച്ചു. കാരണം അയാളുടെ രോഗസൗഖ്യത്തിന് തടസ്സമായിരിക്കുന്ന അയാളുടെ പാപങ്ങളാണെന്ന് യേശുവിൻ്റെ ജ്ഞാനത്താൽ യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് യേശു അയാളുടെ പാപങ്ങൾ ക്ഷമിച്ചു. അതിനുശേഷം എന്താ പറഞ്ഞത്? നമുക്ക് 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്.
അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോകുക. നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ, മോനെ പോടാ മോനെ ദിനാശ, വേഗം കട്ടിലെടുത്ത് സ്ഥലം കാലിയാക്കുക. അല്ലേ? രോഗസൗഖ്യം, ആദ്യം പാപസൗഖ്യം നൽകി, പിന്നീട് രോഗസൗഖ്യം യേശു നൽകി. എന്തുകൊണ്ട്? ഒരു മിനിറ്റ് സംഭവിച്ചിട്ടുള്ളൂ അല്ലേ? അവരുടെ വിശ്വാസം കണ്ട്, അവർ പ്രാർത്ഥിച്ചതായിട്ടൊന്നും കാണുന്നില്ല, പക്ഷേ ആ ഫ്രണ്ട്സിൻ്റെ വിശ്വാസം കണ്ട് ദൈവം ആ രോഗിയുടെ പാപങ്ങളും ക്ഷമിച്ചു, ആ രോഗിയുടെ രോഗവും സൗഖ്യമാക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ കഥാപാത്രത്തെ കാണാം. മത്തായി 9:18. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ചു. താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശു ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. അപ്പോഴാണ് ട്വിസ്റ്റ്. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വീണ്ടും അതേ വാക്കാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവിടെ ഫ്രണ്ട്സിൻ്റെ വിശ്വാസമായിരുന്നെങ്കിൽ ഇവിടെ ഈ രോഗിയുടെ വിശ്വാസത്തിലാണ് ഈശോ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നോക്ക്, ഈ സ്ത്രീ മുൻപ് യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, ഈ സ്ത്രീ മുൻപ് യേശുവിനെ കണ്ടിട്ടില്ല. ആ നിമിഷം യേശുവിനെ തൊട്ടു, യേശു അവളെയും തൊട്ടു. വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള, ഓടനാടിയായിട്ടുള്ള ഉത്തരം ആ സ്ത്രീക്ക് കിട്ടി. അവൾ രോഗസൗഖ്യം പ്രാപിച്ചു. യേശു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. രണ്ടാമത്തെ കഥാപാത്രം. ഇനി മൂന്നാമത്തെ നമുക്കറിയാം, 9:29 ആ സെയിം ഇതിൽ തന്നെയാണ്. അതിൽ പറയാണ്, അന്ധർക്ക് കാഴ്ച നൽകുന്നു. നിങ്ങളുടെ യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിന്റെ പുത്ര ഞങ്ങൾ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്നവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. അവരുടെ കണ്ണുകൾ തുറന്നു. വീണ്ടും അതേ വചനം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങളിലൊക്കെ ആ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ സൗഖ്യം ഉടനടി ദൈവം അവർക്ക് നൽകുമ്പോൾ ദൈവം പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ കാണാം. മത്തായി 15:28. മത്തായി 15:28. അവിടെ നമുക്കറിയാം, കാനാൻകാരി സ്ത്രീ കർത്താവിൻ്റെ പിന്നാലെ, യേശുവിൻ്റെ പിന്നാലെ കുറേ നടന്നു. യേശു അവളെ പട്ടിയെ ആട്ടുന്ന പോലെ പല വിധത്തിലുള്ള വർത്തമാനങ്ങളും പറഞ്ഞു. എന്നിട്ടും അവൾ പിൻവാങ്ങിയില്ല. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. കേട്ടോ, എഗെയിൻ വീണ്ടും അതേ വാക്ക്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഈ പറയുന്ന എല്ലാ ഉദാഹരണങ്ങളിലും കോമൺ ആയിട്ടുള്ള, പൊതുവായിട്ടുള്ള ഒരു കാര്യം അവരുടെ വിശ്വാസം. കാനാൻകാരുടെ വിശ്വാസം അവളുടെ കൊച്ചുമകളെ പൈശാചിക ബാധയിൽ നിന്നും രക്ഷിച്ചു. ഇനി നമുക്ക് കാണാം മർക്കോസിന്റെ സുവിശേഷം എടുക്കാം. അതിൽ 9:23. മർക്കോസ് 9:23. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്നും പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. നമുക്കറിയാം അതെന്താണെന്നുള്ളത്. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട് ശിഷ്യന്മാർക്ക് എല്ലാ മഹത്വവും കാണിച്ച് യേശു മല ഇറങ്ങി വരികയാണ്. അവിടെ വലിയൊരു ജനക്കൂട്ടം നിൽക്കുമ്പോൾ എളിഭരായി നിൽക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ, ഒരു വലിയ ജനാവലി. യേശുവിനെ കണ്ടിട്ട് ഒരു അപ്പൻ ഓടി വന്ന് പറയാണ്, എൻ്റെ മകൻ ഇങ്ങനെ അപസ്മാര ബാധയുണ്ട്, പിശാചബാധയുണ്ട്, നിനക്ക് അവനെ സുഖപ്പെടുത്തുവാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ യേശു പറയുന്നു, കഴിയുമെന്നോ? വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. ഉടനെ അപ്പം പറയാണ്, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എൻ്റെ വിശ്വാസം വർദ്ധിക്കണമേ. കർത്താവ് യേശു കൈവച്ച് ആ മകനെ സുഖപ്പെടുത്തി. വീണ്ടും അവിടെ ആ സൗഖ്യത്തിൻ്റെ അളവുകോൽ മറ്റൊന്നുമല്ല, ദീർഘമായ പ്രാർത്ഥനകളോ നൊവേനകളോ കൺവെൻഷൻസോ ഒന്നുമല്ല. വളരെ പെട്ടെന്ന് അവർക്ക് സൗഖ്യം നൽകുന്നത് യേശു ഒറ്റ മാനദണ്ഡമാണ് ഉപയോഗിക്കുന്നത്. നിനക്ക് ഇത് കിട്ടാനുള്ള അർഹതയുണ്ടോ, വിശ്വാസമുണ്ടോ?
വിശ്വാസം ഉണ്ടെങ്കിൽ ഉടനടി നീ പിടിച്ചോ, ഒട്ടും വൈകിക്കണ്ട. മണിക്കൂറുകളോ കാലങ്ങളോ കൊല്ലങ്ങളോ ഒന്നും എടുക്കണ്ട. നിനക്ക് സൗഖ്യം. ആ മകൻ്റെ ആ അപസ്മാര രോഗിയായ ആ മകനെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. ഇനി മർക്കോസ് 10 പോയാൽ നമുക്കറിയാം, ബർത്തിമിയസിൻ്റെ കഥയാണ് അവിടെ പറയുന്നത്. അന്ധയാചകൻ കർത്താവ് പോകുന്നു, ആ വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് അറിയുമ്പോൾ ബർത്തിമിയസ് ഉറക്കെ അലറിക്കറിയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ബഹളം കേട്ടിട്ട് കുറേ പേര് അവന് ചീത്ത പറഞ്ഞു. പക്ഷെ കർത്താവ് യേശു നിന്നിട്ട് പറഞ്ഞു, അവന് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വീണ്ടും ഈ ബർത്തിമിയോസിന് യേശുവിനെ കുറിച്ച് ഒരു മുൻപരിചയവുമില്ല. ഇങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സൗഖ്യദാതാവായും ഒരു വ്യക്തി, ഒരു പ്രവാചകൻ അവിടെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അയാൾക്ക് കാണാനും പറ്റിയിട്ടില്ല, അയാൾ പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷെ അയാൾ പോകുമ്പോൾ എന്ത് പറഞ്ഞു? ഉള്ളുരുകി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. യേശു വേറൊന്നും പറഞ്ഞില്ല. അവൻ്റെ കുടുംബ ഹിസ്റ്ററിയോ അവൻ്റെ രോഗത്തിൻ്റെ ഹിസ്റ്ററിയോ ഒന്നും കർത്താവ് ചോദിച്ചില്ല. കർത്താവ് എന്താ പറഞ്ഞേ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തലക്ഷണം അവന് കാഴ്ച ലഭിച്ചു. ഇനിയും നിങ്ങൾ ബൈബിളിലെ ഓരോ കഥാപാത്രത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിലും കർത്താവ് ഉപയോഗിക്കുന്ന മാനദണ്ഡം, കർത്താവ് സൗഖ്യം കൊടുക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം, അതിൻ്റെ യാഡ് സ്റ്റിക്ക് അത് മറ്റൊന്നുമല്ല, അവരുടെ വിശ്വാസം. ഇനി നമുക്ക് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യം, അവിടെ കുറച്ചും കൂടെ മനോഹരമാണ്. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതാണ്. ശതാധിപൻ്റെ ഭൃത്യൻ തളർവാദ രോഗിയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു കൺസേൺ നോക്ക്. സ്വന്തം ഭൃത്യൻ വീട്ടിൽ തളർവാദം പിടിച്ച് കിടക്കുമ്പോൾ അത് ഭൃത്യനാണെങ്കിലും ആ ഭൃത്യനെ സുഖപ്പെടുത്താൻ വേണ്ട കഴിവ് യേശുവിനുണ്ടെന്നറിയും. ആ ഭൃത്യൻ്റെ സൗഖ്യം അയാളുടെ സ്വന്തം സൗഖ്യമായി തന്നെ അയാൾ കാണുകയാണ്. അയാൾ യേശുവിനോട് പറയാണ്, എൻ്റെ ഭൃത്യൻ വീട്ടിൽ തളർവാദം പിടിപ്പെട്ട് കിടക്കുകയാണ്, നീ ഒന്ന് സുഖപ്പെടുത്താമോ? ആ മനുഷ്യൻ പറയാണ് വീണ്ടും യേശുവിനോട്, നീ എൻ്റെ വീട്ടിലേക്കൊന്നും വരണ്ട, കാരണം നീ ഇവിടെ നിന്ന് അരുൾ ചെയ്താൽ എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും. അപ്പോഴാണ് യേശു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമന്റ് പറയുന്നത്. യേശു ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വിജാതീയനായ ശതാധിപനെ നോക്കി യേശു പറയാണ്, ഇസ്രായേലിൽ പോലും, യേശുവിൻ്റെ നമുക്കറിയാം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ, അവരിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ശതാധിപൻ്റെ വാക്ക് നമുക്ക് കേട്ട നല്ല രസമാണ്. അയാൾ പറയാണ്, ഞാനൊരു ഒഫീഷ്യലാണ്, എൻ്റെ കീഴിലുള്ള ജോലിക്കാരോട് അവിടെ പോയി ഇത് പോയി ചെയ്യാൻ പറയുമ്പോൾ അവരനുസരിക്കും. അതുപോലെ നീ സർവശക്തനാണ്, നീ ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി, എൻ്റെ വീട്ടിലിരിക്കുന്ന ഭൃത്യൻ സുഖപ്പെടും. അതാണ് അയാളുടെ വിശ്വാസത്തിൻ്റെ ശക്തി. അതാണ് പറഞ്ഞത്, ഇവന് കാണുന്ന വിശ്വാസം ഇസ്രയേലിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് പോലും ഇല്ല. ഇനി വീണ്ടും നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം, 10 കുഷ്ഠരോഗികളുടെ സൗഖ്യം. അതിലെ 17-19 വായിച്ചാൽ മതി. 10 നമുക്കറിയാവുന്ന കഥയാണ്. 10 കുഷ്ഠരോഗികളെ സുഖപ്പെട്ടു. അതിൽ വിജാതീയനായ ഒരുവൻ വന്ന് യേശുവിനെ നന്ദി പറയാനായിട്ട് വന്നു. അവൻ വന്നപ്പോൾ യേശു പറയുന്ന വാക്യാണ്, അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഏകദേശം ഒരു 9 കഥാപാത്രങ്ങളെ ബൈബിളിലുള്ളവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഈ 9-ലും കർത്താവ് പറയുന്ന കർത്താവായ യേശു പറയുന്ന വാക്കിതാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ, നീ സൗഖ്യപ്പെടുക. ഇവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ പ്രാർത്ഥനയെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഈ സംഭവങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവരാരും മുൻകൂട്ടി യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് അവർ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ അവരുടെ മനസ്സിൽ എന്തുണ്ട്? സൗഖ്യപ്പെടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പരിദേവനങ്ങളും ഒക്കെ അവരെ പറഞ്ഞു കാണും അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ പറയൂലേ? അതുപോലെ ഈ സൗഖ്യപ്പെട്ട എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൻ്റെ നിശബ്ദ നിമിഷങ്ങളിൽ, എൻ്റെ തമ്പുരാനെ ഞാൻ എന്താ ഇങ്ങനെയായത്, ഞാൻ ഇത്രയും നിസ്സഹായനാണല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ആ സങ്കടങ്ങൾ എന്തായാലും അവർ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ, അവരാരാധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ അവരറിയാതെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമുക്കറിയാം സങ്കീർത്തനം 56 8-ാമത്തെ വാക്യമുണ്ട്. സങ്കീർത്തനം 56:8, ഞാൻ നിൻ്റെ അലച്ചിലുകൾ
എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അല്ലേ? അപ്പൊ ഈ മനുഷ്യരുടെ വ്യക്തിപരമായ എല്ലാ സങ്കടങ്ങളും വിശ്വാസങ്ങളും കണ്ണുനീരും കർത്താവ് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്, യേശു മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അവർ കണ്ണുനീര് ശേഖരിച്ചു വെച്ച കുപ്പി യേശുവിൻ്റെ കയ്യിലുണ്ട്. അവരുടെ എണ്ണിയാൽ തീർക്കാത്ത അലച്ചിലുകൾ യേശു കണ്ടിട്ടുണ്ട്. അവർ യേശുവിനെ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും അവർ യേശുവിനെ മുൻകാല വളരെ പരിചയമാണ്. കാരണം അവർ സങ്കടങ്ങളും അതുപോലെ തന്നെ നിശ്വാസങ്ങളും ഒക്കെ യേശു ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നേണ്ട ഒരു വിചാരം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, സവിശേഷത എന്താണെന്ന് ഞാൻ പറയുമ്പോൾ, ഈ കഥാപാത്രങ്ങളൊക്കെ അവരുടെ നിസ്സഹായതയിലാണ് അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചത്. നിസ്സഹായത എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സഹായത എന്ന് പറഞ്ഞാൽ ആരും സഹായിക്കാനില്ല എന്നൊരവസ്ഥ, അതാണ് നിസ്സഹായത. ഇനി ആരെങ്കിലും എന്നെ സഹായിച്ചാലും അത് നിഷ്പ്രയോജനമാണ്, അത് നിഷ്ഫലമാണ്. അതുകൊണ്ട് ആർക്കും എന്നെ ഈ ലോകത്തിൽ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ, അതിൻ്റെ പേരാണ് നിസ്സഹായത. ഈ വ്യക്തികളെല്ലാം പ്രാർത്ഥിച്ചത് അവരുടെ നിസ്സഹായതയിൽ നിന്നാണ്. അവർ ഹെൽപ്ലെസ്നെസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ അവസ്ഥയിൽ നിന്നാണ് അവർ യേശുവിനോട് സൗഖ്യത്തിനായിട്ട് യോജിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടും പറയാനുള്ള കാര്യം, ഞാനും നിങ്ങളും മുടങ്ങുന്ന എല്ലാവരോടും പറയുന്ന കാര്യം, നമ്മുടെ നിസ്സഹായതയിലെ നമ്മുടെ തമ്പുരാൻ്റെ നേരെ നമ്മൾ കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ തട്ടി മാറ്റുന്ന ക്രൂരനോ നിഷ്ഠൂരനോ ആയ ഒരാളല്ല നമ്മുടെ ഈശോ, നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കൂടിയിരിക്കുന്ന പലരിലും ആ നിസ്സഹായത ഉണ്ടാകും. ഒന്നുകിൽ വലിയ കടബാധ്യതയായിരിക്കും, വലിയ കടബാധ്യത, അല്ലെങ്കിൽ വലിയ രോഗങ്ങളായിരിക്കും, അതും അല്ലെങ്കിൽ എന്താ പറയുക, മക്കള് ദുർനടപ്പ്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മദ്യപാനം, കുടുംബത്തിൽ ഒരു മേൽഗതിയില്ലാത്ത, ഇതിനൊന്നും മറ്റുള്ളവർക്ക് നമ്മളെ സഹായിക്കാനായിട്ട് പറ്റില്ല. അഥവാ അവരുടെ സഹായത്തിന് ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചാൽ തന്നെ അതൊരു ഫലശൂന്യമായിട്ട് നിഷ്പ്രയോജനകരമായിട്ട് പോകും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കൈകൾ ഉയർത്തുക. എനിക്കറിയാം, നമ്മുടെ നിസ്സഹായതയുടെ പാരമ്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടത്തിൻ്റെ ആഴക്കടലിൽ, അല്ലെങ്കിൽ നമ്മുടെ നൊമ്പരങ്ങളുടെ അഗ്നിച്ചൂടിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹനത്തിൻ്റെ മൂർധന്യത്തിൽ നമ്മൾ കൈകൾ ഉയർത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ രണ്ട് കൈയും അവിടുത്തെ നെഞ്ചോട് നമ്മൾ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ തള്ളിക്കളയുന്ന, അങ്ങനെ നിങ്ങളെ തിരസ്കരിക്കുന്ന, നിങ്ങൾക്ക് നേരെ മുഖം തരാത്ത ഒരു ദൈവമല്ല, ഒരു ഈശോയല്ല നമ്മുടേത്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ ഇരുകരങ്ങളും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു യേശു. ഈ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ഈ യേശുവിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഈ യേശു തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മറ്റൊരു പ്രത്യേകത, ഇവരുടെ പ്രാർത്ഥനകളിലെ മറ്റൊരു പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ ആ ഉദാഹരണങ്ങളിൽ, അല്ലെങ്കിൽ എല്ലാ സൗഖ്യത്തിലും യേശു പറഞ്ഞൊരു വാക്യമുണ്ട്. എന്താണ്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ വാക്കാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. എല്ലാ കാര്യത്തിലും യേശു പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ നിസ്സഹായതയിൽ നിങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ നിങ്ങളെ കൈകൾ ചേർത്ത് പിടിക്കുന്ന ഒരു ഈശോയാണ് നമ്മുടേത്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ യേശുവിൻ്റെ മരണസമയത്ത് യേശുവിൻ്റെ വലതുഭാഗത്ത് കിടന്നിരുന്ന കള്ളൻ, അവൻ സുഖത്തിൻ്റെ നടുവിലൊന്നല്ല കിടന്നിരുന്നത്. യേശുവിനെ പോലെ കുരിശിൽ രണ്ട് കൈകളും ആണിയടിച്ച്, കാലിലും ആണിയടിച്ച്, വേദനയുടെ, ശാരീരികമായ വേദനയുടെ, അസഹനീയമായ വേദനയുടെ ആ മൂർധന്യത്തിലാണ് അവൻ യേശുവിനോട് പറഞ്ഞത്, എന്ത്? പിതാവേ, നീ ഇന്ന് നിന്റെ പിതാവിൻ്റെ പക്കലായിരിക്കുമ്പോൾ നീ എന്നെ കൂടി ഒന്ന് ഓർക്കണമേ. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലല്ല നല്ല കള്ളൻ പ്രാർത്ഥിച്ചത്. നമ്മളവന് നല്ല കള്ളൻ എന്ന് പേരിട്ടു. അവൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവൻ സങ്കടത്തിൻ്റെ തീരാത്ത ആഴിയിലായിരുന്നു. ആ സമയത്താണ് അവൻ യേശുവിനോട് പ്രാർത്ഥിച്ചത്, എന്നെ മറക്കരുതേ. ഉടൻ മറുപടി വന്നു. കുരിശിൽ കിടക്കുന്ന യേശു ഒരു നിമിഷം ആലോചിച്ചില്ല, എന്താ അവൻ പറയണെന്ന് ചിന്തിച്ചില്ല. യേശു ഉടൻ മറുപടി പറഞ്ഞത്, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മുമ്പിലും ഈ ഉദാഹരണം നമ്മുടെ മനസ്സിലുണ്ടാകണം. രണ്ടാമത്തേത്,
നമ്മുടെ രക്തസ്രാവക്കാരിയായ സ്ത്രീ 12 വർഷം ആ സ്ത്രീ സഹിച്ച അപമാനം, തിരസ്കരണം, പരിഹാസം, ശാരീരികമായ അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, ഇത് മാറുന്നില്ല എന്നുള്ള നിരാശ. ഇതിൻ്റെ നടുവിലാണ് ആ സ്ത്രീ യേശുവിനെ കാണാൻ പോകുന്നത്. അത് അനുവദനീയമല്ല. എങ്ങനെ അവൾ യേശുവിൻ്റെ അടുത്ത് എത്തി എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കാരണം വലിയൊരു പുരുഷാരം ആ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവളെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചത് ആരാ? അവളുടെ ശക്തി കൊണ്ട് അവൾക്ക് യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. യേശു തന്നെയാണ് അവളെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. പത്രോസ് പറഞ്ഞില്ലേ, യേശു പറഞ്ഞു, എന്നെ ആരോ സ്പർശിച്ചു, എൻ്റെ ശക്തി എന്നിൽ നിന്നും ഒഴുകി പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് കളിയാക്കി പറഞ്ഞില്ലേ, ഇത്രയും വലിയ ആൾക്കൂട്ടമുള്ളപ്പോൾ നിന്നെ ആരാ തൊട്ടെന്ന് പറയാം, എൻ്റെ പൊട്ടൻ യേശു വേദി എന്താ ഇത്ര പൊട്ടനാണോ എന്ന് ചോദിച്ചു. അപ്പം എന്താ യേശു പറഞ്ഞത്? അല്ല, ആരോ സഹിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ്? ആ സ്ത്രീ മുന്നോട്ട് വന്ന് പറഞ്ഞു, അല്ലേ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സ്ത്രീ നോക്ക്, വിളിച്ചത് എപ്പോഴാ? യേശുവിനെ കണ്ടത് എപ്പോഴാ? സൗകര്യങ്ങളുടെ നടുവിലായിരുന്നോ? അല്ല. നമ്മളെപ്പോലെ കസേരയിലിരുന്ന് യേശുവിന് മുമ്പിൽ ഇത് പ്രാർത്ഥിക്കുമ്പോഴല്ല. അപമാനത്തിന്റെ, നിന്ദനത്തിന്റെ, പരിഹാസത്തിന്റെ, തിരസ്കരണത്തിന്റെ നടുവിലാണ് രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ തൊട്ടത്. ഉടൻ കിട്ടി സൗഖ്യം. ഉടൻ ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ യേശു അവൾക്ക് സൗഖ്യം കൊടുത്തു. മറ്റൊരു ഉദാഹരണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മൂന്നാമത്തേത് നായിമിലെ വിധവ, ഏകമകൻ. ആ സ്ത്രീ വിധവയാണ്, ഏകമകൻ. യുവാവ് മരിച്ചു പെട്ടെന്ന്. ആ ശവമഞ്ചം കൂടി കണ്ടു പോകുമ്പോൾ യേശു ആ ശവമഞ്ചം കണ്ടിട്ട് ആ സ്ത്രീയുടെ അഗാധമായ ദുഃഖം കണ്ട് യേശു പറഞ്ഞു, നിന്നു. യേശു ശവമഞ്ചത്തിൽ തൊട്ടു. ആ യുവാവ് സൗഖ്യം, ജീവൻ പ്രാപിച്ച് ആ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. ആ സ്ത്രീ പ്രാർത്ഥിച്ചത് എപ്പോഴാ? യേശുവിനോടല്ല പ്രാർത്ഥിച്ചത്. ആ സ്ത്രീയുടെ ഉരുകി. നിങ്ങൾ നോക്ക്, വിധവയായ ഒരു സ്ത്രീക്ക് ഏക ആശ്രയമായ മകൻ ഇത്ര ചെറുപ്പത്തിലെ മരിക്കുമ്പോൾ ഏത് അമ്മയുടെ ഹൃദയമാണ് ഉരുകാത്തത്? ആ ഉരുകിലിന്റെ നടുവിലാണ് ആ സ്ത്രീ യേശു ആ സ്ത്രീയെ കണ്ടത്. ആ സ്ത്രീ യേശുവിനോട് സഖ്യപ്പെടുത്താൻ പറഞ്ഞില്ല, ജീവൻ നൽകാൻ പറഞ്ഞില്ല. പക്ഷേ അതാണ് പറഞ്ഞത്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ എൻ്റെ കുപ്പിയിലുണ്ട്. ആ സ്ത്രീയുടെ കണ്ണീർ കണങ്ങൾ യേശുവിൻ്റെ കയ്യിലുള്ള കുപ്പിയിലുണ്ട്. ഉടൻ നിർത്തി ശവമഞ്ചം. ആ ചെറുക്കിനെ ജീവനോടുകൂടെ അവൻ്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. അതാണ് ഞാൻ പറയുന്നത്, നിരാശപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ കഷ്ടതകൾ ജനുവിനാണെങ്കിൽ, യഥാർത്ഥത്തിലാണെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തുന്ന ഒരു കൈയിനെയും യേശു തട്ടി മാറ്റില്ല. പ്രിയപ്പെട്ടവരെ, ആ 2 കൈകളും, നിങ്ങൾ ഉയർത്തുന്ന 2 കൈകളും യേശുവിൻ്റെ കൈകളിൽ യേശു അമർത്തി പിടിക്കും. ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഇനി മറ്റൊരു സവിശേഷത ഞാൻ പറയുന്നത്, വിശ്വാസം. അവരെല്ലാവരും ഭയങ്കര വിശ്വാസം, അല്ലേ? ആ രോഗിനെ കട്ടിലോടെ ഇറക്കി വന്നപ്പോൾ ആ സുഹൃത്തുക്കൾ കാണിച്ച വിശ്വാസം, അതിനൊരു അപാരത. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കെട്ടിടത്തിൻ്റെ റൂഫ് പൊളിച്ച് ഈ രോഗിയെ അങ്ങനെ ഇറക്കുക, ആ റൂമിൽ നിറയെ ആൾക്കാർ തള്ളിയിരിക്കുക. ഞാൻ എപ്പോഴും വിചാരിക്കും, ദൈവമേ, ആ കട്ടിലെങ്ങാനും കയറ് പൊട്ടി താഴെ വീണെങ്കിലത്തെ അവസ്ഥ എന്തായിരുന്നു? കർത്താവിനൊരു മാസ് സുഖപ്പെടുത്തൽ നടത്തേണ്ടി വരുമായിരുന്നു അവിടെ. കണ്ടു ആ മനുഷ്യരുടെ വിശ്വാസം. നമ്മളെന്താ പറയുക, ഓ അവിടെ വല്ലാത്ത തിരക്ക്, ഇന്നൊന്നും നടക്കാൻ പോണ കാര്യമില്ല, നമ്മളാണെങ്കിൽ അയാളെയും കൊണ്ട് തിരിച്ചു പോകും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചേ? കട്ടിലോടെ ഇറക്കി ആ മനുഷ്യന് സൗഖ്യം ലഭിച്ചു. അതാണ് വിശ്വാസം. നമുക്കറിയാം, ഹെബ്രായരുടെ ലേഖനം 11:1, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ ഡെഫിനിഷൻ ഞാൻ കുറേ കാലങ്ങളായി കേൾക്കണം. എനിക്കതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാവാറില്ല. ഒരിക്കൊരു എന്താ പറയുക, ഒരു ഉണ്ടവിഴിഞ്ഞ പ്രതീതിയാണ് ഈ വചനം കേട്ടാൽ. എനിക്കെന്താ വിശ്വാസം എന്ന് അപ്പോഴും മനസ്സിലാവുന്നില്ല. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും, അതാണ് വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പ്രത്യാശ അതെന്താ ആശയാണ്? നമുക്ക് മാങ്ങ തിന്നാൻ ആശയുണ്ട്, ആപ്പിൾ തിന്നാൻ ആശയുണ്ടാവും, കാറ് വാങ്ങാൻ ആശയുണ്ടാവും. ഇത് ആ ആശയല്ല. മാങ്ങ തിന്നാൻ നമുക്ക് പ്രത്യാശ വേണ്ട, ചക്ക തിന്നാനും പ്രത്യാശ വേണ്ട, കാറ് വാങ്ങാനും പ്രത്യാശ വേണ്ട. കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാൻ പറ്റും. പ്രത്യാശയും ആശയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രത്യാശ എന്ന് ഞാൻ മനസ്സിലാക്കിയത്, പ്രത്യാശ എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരാശ, അതിനെയാണ് പ്രത്യാശ എന്ന് എൻ്റെ കണക്കുകൂട്ടൽ. കാണപ്പെടാത്തവ ഉണ്ട്. എന്താ കാണപ്പെടാത്തത്? നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എന്ത് വിശ്വസിക്കണം? കാണപ്പെടാത്ത ഉണ്ട്, ദൈവം ഉണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് കാണപ്പെടാത്തവ ഉണ്ട്. ഇനി എന്താ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്.
എന്താ പ്രത്യാശ? ഞാൻ നേരത്തെ പറഞ്ഞു ഡിവൈൻ ആശ, ദൈവികമായ ഒരു ആശ, അതാണ് പ്രത്യാശ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ ദൈവം സർവശക്തനാണെന്നുള്ള വിശ്വാസം. ആ സർവശക്തനായ ദൈവം എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കും എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ബോധ്യം, അതിനെ പറയുന്ന പേരാണ് വിശ്വാസം. എനിക്ക് ഈ ഡെഫിനിഷൻ വായിക്കുമ്പോൾ ഒട്ടും അങ്ങ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. എന്താണോ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഷ പോലെ എനിക്ക് തോന്നും. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം, ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഭരിക്കുന്ന ദൈവം ഉണ്ട് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിറയണം, നമ്മുടെ മനസ്സിൽ നിറയണം. ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരു അനർത്ഥവും നിനക്ക് സംഭവിക്കില്ല. ആ ഒരു തോന്നൽ, അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഇനി വേറൊരെണ്ണം പറഞ്ഞാൽ, ഈ ജീവിക്കുന്ന ദൈവത്തിൽ ഉള്ള ദൈവാശ്രയ ബോധമുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവൻ അവകാശപ്പെടാനായിട്ട് സാധിക്കും. ജീവിക്കുന്ന ദൈവം ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് സാധിപ്പിച്ചു തരുന്നത്. അനശ്വരനായ ദൈവം അനശ്വരമായൊരു ജീവിതം നമുക്ക് നൽകും. അപ്പം ജീവിക്കുന്ന ദൈവം, ആ ദൈവത്തിലുള്ള ആശ്രയബോധം, ഈ ആശ്രയബോധത്തെ പറയുന്ന പേരാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ഇൻസ്റ്റൻ്റായിട്ട് കേൾക്കും. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും കർത്താവിന് ഇത് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാം. എൻ്റെ ഈ പ്രശ്നം ഇങ്ങനെ തന്നെ രീതിയിലൊക്കെ പരിഹരിക്കണം. കർത്താവിനെല്ലാം ഔട്ട്ലൈൻ സഹിതം നമ്മൾ, ഡീറ്റെയിൽസ് സഹിതം നമ്മൾ കർത്താവിന് സമർപ്പിക്കുകയാണ്. എൻ്റെ മോൻ കാനഡയിൽ പോകണം, അവിടെ വീട് വാങ്ങണം എന്നൊക്കെ ചിന്തിക്കുക. നമ്മളുടെ ഈ പ്രപ്പോസൽ സബ്മിഷൻ നിർത്തി, പ്രപ്പോസൽ സബ്മിഷൻ ചെയ്ത് അത് അപ്രൂവ് ചെയ്യുന്ന വ്യക്തി അല്ല യേശോ. നമ്മുടെ പ്രപ്പോസൽ അല്ല ദൈവത്തിൻ്റെ പ്രപ്പോസൽ. പലപ്പോഴും നമ്മുടെ പ്രപ്പോസലിൽ വളരെ അപാകതകളുണ്ടാകും, പരിമിതികളുണ്ടാകും, ലിമിറ്റേഷൻസ് ഉണ്ടാകും. അതിലെ പരിമിതികളും ലിമിറ്റേഷൻസും പോരായ്മകളൊക്കെ നിർത്തി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നമുക്ക് തരുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. അത് കേൾക്കാനായുള്ള മനസ്സ് നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം, നിസ്സഹായതയിലുള്ള നിങ്ങളുടെ കൈ ഉയർത്തല്, ദൈവത്തിന് നിങ്ങളുടെ പദ്ധതി പ്ലാൻ ചെയ്ത് കൊടുക്കണ്ട. ദൈവം നമുക്കായി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ദൈവം നമുക്ക് ഉത്തരം തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം.